بسم الله الرحمن الرحيم. قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها. وقال الظالمون إن تتبعون إلا رجلا مسحورا. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1227 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ പഠനത്തെ തുടർന്നുള്ള 2-ാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ പങ്കെടുക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى عليه كنز أو تكون له جنة يأكل منها. وقال الظالمون إن تتبعون إلا رجلا مسحورا. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا. الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ തുടക്കത്തിലുള്ള 4-5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫുർഖാന്റെ പഠനം നമ്മൾ പൂർത്തീകരിച്ചതാണ്. 77 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉണ്ടായിരുന്നത്. അത് വിശദമായിട്ട് നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരു ദിവസത്തെ സംശയ നിവാരണവും ചർച്ച എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു സെഷനും കഴിഞ്ഞു. ഇന്നലെ നടന്ന ചില സംസാരത്തിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള 1-2 കമന്റ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ കേൾപ്പിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. ഇസ്ലാമിന്റെ ആദർശങ്ങൾക്കനുസരിച്ച് പോകാത്തവരെ ഇസ്ലാം പുറത്താക്കാത്തിടത്തോളം കാലം അത് ഇസ്ലാമിന്റെ സംരംഭമായി കാണാൻ കഴിയും എന്നാണ് ചിന്മയ എന്ന പ്രൊഫൈലിൽ നിന്നുള്ള ഒരാൾ എഴുതിയിരിക്കുന്നത്. അത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായത്തിലെ ആളുകൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, അതിലേക്ക് വരാം. ഇതിനു മുമ്പ് ഇസ്ലാമിന്റെ ആദർശങ്ങൾക്കനുസരിച്ച് പോകാത്തവരെ ഇസ്ലാം പുറത്താക്കാത്തിടത്തോളം കാലം
അത് ഇസ്ലാമിന്റെ പേരിൽ മാത്രമേ അവര് കാണുള്ളൂ എന്നാണ് ഈ പറയുന്ന ആൾ പറയുന്നത്. അതൊക്കെ ഈ പറയുന്ന ആളുടെയും നോക്കിക്കാണുന്നവരുടെയും ഒക്കെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് എങ്ങനെയും എന്തിനേയും നോക്കിക്കാണാം. അതിനുള്ള സ്വാതന്ത്ര്യം പ്രപഞ്ച സൃഷ്ടാവ് അവർക്ക് നൽകിയിട്ടുണ്ട്. ലോകത്ത് ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു പ്രതിരോധം ഏറ്റെടുത്ത ഒരു രീതിയിലുള്ള ഒരു പരിപാടിയല്ല നമ്മുടെ ഖുർആൻ പദത്തിൽ നടക്കുന്നത്. നമ്മള് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരു ജീവിത പാതയുണ്ട്. ആ ജീവിത പാത പിൻപറ്റുന്ന ആളുകളെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയാം. അത് ആരുടെയും മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളായതൊന്നുമല്ല ആരും. എല്ലാവരും തന്നെ സ്വമേധയാ ഈ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങളാവുന്നത്. ഇനി മുസ്ലിം മാതാപിതാക്കളുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്കും ജീവിതത്തിന്റെ അവര് മുതിർന്ന് വളർന്ന് വലിയ ആളുകളാകുന്ന ഘട്ടത്തില്, പ്രായവും പക്വതയൊക്കെ ആകുന്ന ഘട്ടത്തില് ഇസ്ലാം ആവുകയും ഇസ്ലാം നിന്ന് പുറത്തു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. ചിലര് മുസ്ലിം പേരുകളുള്ളവർ ഇസ്ലാം അല്ലാതെ ജീവിക്കുന്നതും ഇസ്ലാമിനോട് വലിയ ശത്രുതയും പകയും ഒക്കെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയ അതൊക്കെ നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അവര് ഇസ്ലാം നിന്ന് പുറത്തു പോകുന്നതിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് വിശുദ്ധ ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അവരുടെ സംസാരവും രീതികളും ഒക്കെ തന്നെ. ചിലരൊക്കെ അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങള് ഇസ്ലാം അല്ല, മുസ്ലിങ്ങളല്ല, ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട്. ചിലരങ്ങനെ ചെയ്യാറില്ല. ആ പേര് മുസ്ലിം ഐഡന്റിറ്റി തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള അറബിയിലുള്ള പേരൊക്കെ ആയിട്ട് അവരങ്ങനെ മുന്നോട്ട് പോകും. ഇസ്ലാം ഒന്നും ആവില്ല, അവര് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല, പലപ്പോഴും ഇസ്ലാം ആണ് എന്ന നിലക്ക് അവർ അവകാശപ്പെടുന്നും ഉണ്ടാവില്ല. ഇവരെയൊന്നും ആരും അകത്താക്കുന്നതും പുറത്താക്കുന്നതും അല്ല, അത് ഓരോരുത്തരും സ്വയം ആവുന്നതാണ്. പിന്നെ ഒരു ഭരണ സംവിധാനത്തിന്റെ കാര്യമാണ് പറയണമെങ്കിൽ, ഇപ്പൊ ഇസ്ലാമിക സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിനുള്ള ഒരു അച്ചടക്ക നടപടിയോ സംവിധാനങ്ങളോ ഒക്കെ ഉണ്ടാകും. ഓരോരുത്തരും സാമൂഹ്യ മണ്ഡലത്തിൽ, പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്നതിന് പാലിക്കപ്പെടേണ്ടതായ മര്യാദകളും രീതിയും ഒന്നും പിന്തുടരാതെ വരുമ്പോ പരസ്യമായിട്ട് പലതിനെയും വെല്ലുവിളിച്ചുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ചില ശിക്ഷാ നടപടികളോ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അതൊക്കെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്നതാണ്. അല്ലാത്ത ഇടങ്ങളിൽ ഇപ്പോ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന് നമ്മൾ കരുതിയിരുന്ന ബംഗ്ലാദേശിനെ പോലെയുള്ള പ്രദേശങ്ങൾ, അവിടെ ഒരു ജനാധിപത്യ സംവിധാനമാണുള്ളത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത്. അതിന്റെ എല്ലാ ജീർണതകളും ആ സമൂഹത്തിൽ കാണും. അത് ഇസ്ലാമിന്റെ ഭരണ സംവിധാനമാണ്, ഇസ്ലാമിക സമൂഹമാണ്, അവിടെ അകത്താക്കലും പുറത്താക്കലൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് അങ്ങനെ അകത്താക്കല് പുറത്താക്കണ പരിപാടിയൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം. ഇസ്ലാമിൽ നിലക്കൊള്ളുന്നില്ല എന്നൊരാൾ തീരുമാനിക്കുന്നുവെങ്കിൽ, അങ്ങനെയാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ, അത് സമൂഹത്തിന് വെല്ലുവിളിയാവുന്ന ഘട്ടമെത്തുമ്പോൾ ഭരണകൂടം ഇടപെടാൻ സാധ്യതയുണ്ട്. ഒരാൾ പുറത്തു പോകുന്നത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് ഭരണകൂടത്തിന്റെ അനുമതി ചോദിച്ചുകൊണ്ടോ അനുമതി കിട്ടിയിട്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഭരണകൂടം അയാളെ പിടിച്ച് പുറത്താക്കുക എന്നുള്ള ഒരു പരിപാടിയും ഇല്ല. പക്ഷെ സമൂഹത്തിൽ അത് ഏതെങ്കിലും നിലക്കുള്ള ഒരു ക്രൈമായി മാറുന്നുവെങ്കിൽ, ഒരു ക്രിമിനൽ ഒഫൻസോ അല്ലെങ്കിൽ
വേറെ ഏതെങ്കിലും നിലക്കുള്ള സമൂഹത്തിന് ദ്രോഹകരമായ വിധത്തിലായി അത് മാറുന്നുണ്ടെങ്കിൽ അതിൽ ഇസ്ലാമിക ഭരണകൂടം ഇടപെടും. അപ്പൊ ഇതില് ഈ ബംഗ്ലാദേശിലെ ഈ പറയപ്പെടുന്ന കാര്യം തന്നെ വളരെ അടിസ്ഥാനരഹിതമാണ്. യഥാർത്ഥത്തില് ബംഗ്ലാദേശില് മതന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗങ്ങള് ആ ഐഡന്റിറ്റിയുടെ പേരിലല്ല എന്തെങ്കിലും പീഡനമോ അക്രമമോ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അവര് ചില രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതിനെ പിന്തുണക്കുന്നവരാകും. സ്വാഭാവികമായിട്ടും മറുചേരിയിലുള്ള രാഷ്ട്രീയ സംഘടനകളുടെ ആളുകളും അതിനെ പിന്തുണക്കുന്നവരും ഇവരും തമ്മിൽ ക്ലാഷ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരും അതില് ഇരയാകുന്നുണ്ടാവും. അതും വളരെ പരിമിതമായ എണ്ണം മാത്രമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അവരെ പ്രത്യേകമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ ഏതായാലും വന്നിട്ടില്ല. ഇത് വളരെ പരിമിതമായ തോതില് ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ അല്ലെങ്കിൽ ദ്രോഹങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടാകും ഇതര സമൂഹങ്ങളിൽ പെട്ടവര്, ഇതര മതവിശ്വാസ സമൂഹങ്ങളിൽ പെട്ടവര്. അത് അവരുടെ ആ മേൽവിലാസം കൊണ്ട് അവര് അമുസ്ലിങ്ങളായതുകൊണ്ടോ ഹിന്ദുക്കളായതുകൊണ്ടോ ഒന്നും ഉണ്ടാവുന്നതല്ല. ആ നിലക്ക് അവിടെ സംഭവങ്ങളൊന്നും അരങ്ങേറുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുമില്ല. ഇവിടെ ഇപ്പോ ഇതാണ് വസ്തുത എന്നിരിക്കെ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഒറ്റ തിരിഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ പിശാചുവൽക്കരിക്കാനോ അവരെ അപരവൽക്കരിക്കാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ അയച്ചുവിടുന്നത്, അത് പശുവിന്റെ പേരിലായാലും വേറെ എന്തിന്റെങ്കിലുമൊക്കെ പേരിലായാലും, അതുപോലെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിക്കാൻ അവരെ നിർബന്ധിക്കുന്നതും, അതുപോലെ പശു മാംസം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടിച്ചു കയറി അവിടെ ഇപ്പം കൊലയൊക്കെ നടന്നിട്ടുണ്ടല്ലോ, എത്രയോ കൊലകൾ അങ്ങനെ നടന്നിട്ടുണ്ട്, മർഡർ നടന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നത് പോലെയുള്ള സംഗതികളൊന്നും ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഒന്നും നടക്കുന്നില്ല. അത് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വസ്തുതാപരമല്ല. എല്ലാ പഠനങ്ങളും മറിച്ചാണ് സൂചിപ്പിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട്. പിന്നെ ഇസ്ലാമിനോട് ജന്മപരമായി തന്നെ വലിയ വിരോധവും ശത്രുതയും കൊണ്ട് നടക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാരത്തിനൊക്കെ പോലെയുള്ള ആളുകൾ, അല്ലെ അവരുടെ ഒക്കെ ബന്ധത്തിൽപ്പെട്ട ആളുകള് ഇങ്ങനെയുള്ള ദുഷ്പ്രചാരണങ്ങൾ ഇഷ്ടംപോലെ നടത്തുന്നുണ്ട്. ആർക്കും എന്തും പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഭീകരമായ കള്ളങ്ങളാണ് ഇസ്ലാമിനെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയും അവര് പടച്ചുണ്ടാക്കി വിടുന്നത് എന്നത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. തെരഞ്ഞെടുപ്പുകളോടൊക്കെ അനുബന്ധിച്ചാണെങ്കിൽ അത് വളരെ കൂടുതലായിട്ട് പല കൃത്യമായ ചില ലക്ഷ്യങ്ങളോടുകൂടി അങ്ങനെയുള്ള പലതും ലോഞ്ച് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് നമ്മൾ നിരന്തരം കാണാറുള്ളതാണ്. അത് ഇവിടെ ആളുകൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്, ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് അവർ ചെയ്യുന്നു എന്നതാണ് അതിന്റെ വസ്തുത. അപ്പൊ ഇസ്ലാമിന്റെ മേൽവിലാസത്തിലോ മുസ്ലിം പേരുള്ളവരോ ഇങ്ങനെ വല്ല അക്രമമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം പഠിപ്പിച്ചത് ഒരിക്കലും അല്ല. അങ്ങനെ തത്വത്തില് ഉള്ള ഒരു കാര്യം പറയുകയാണ് ഞാൻ, പ്രയോഗത്തിലുള്ളത് പറയല്ല. ആരെങ്കിലും അങ്ങനെ വല്ല അനിഷ്ടകരമായ സംഭവങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ ഇസ്ലാമിന്ന് പുറത്താക്കേണ്ടത് ആരാണ്? നിങ്ങളങ്ങ് പുറത്താക്കിയ പോരെ. അവര് മുസ്ലിങ്ങളല്ല എന്ന് നിങ്ങൾ കാണുക എന്നതാണ് അതിനുള്ള ഒരു വഴി. വേറെ ഇവിടെ പുറത്താക്കാനും അകത്താക്കാനും ഇവിടെ സംവിധാനമൊന്നുമില്ല. ഈ ആളുകൾ ഇസ്ലാമിന് വെളിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പ്രമേയമൊന്നും ആരും അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? അതുപോലെ ഇപ്പൊ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള വളരെ രണോത്സുകരായിക്കൊണ്ട് രംഗത്ത് വരുന്ന ഹിന്ദുത്വ ആശയങ്ങളുടെ ആളുകളുണ്ട്. ഇവര് ഹിന്ദു മതത്തിന്ന് പുറത്താണ് എന്ന് പറയുന്ന ഒരു ഏജൻസി യുണൈറ്റഡ് നേഷൻസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലോ കണ്ടിട്ടുണ്ടോ?
അപ്പോ അവര് ഹിന്ദുക്കളല്ല, യഥാർത്ഥ ഹിന്ദുമതം വേറെയാണ് എന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ട് ചിലരെ ഹിന്ദുമതത്തിന്ന് പള്ളിപൊളിയന്മാരെ വിശേഷിച്ച് അവര് ഹിന്ദുമതത്തിന്റെ ആളുകളല്ല എന്ന് പറയുന്ന ഒരു പ്രസ്താവന നടത്തുന്ന ആരെങ്കിലും, അങ്ങനെ ഒരു ഏജൻസിയെ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ കാര്യത്തിലും ഇന്നവര് അകത്താണ് ഇന്നവര് പുറത്താണ് എന്നൊന്നും പറയാനുള്ള സംവിധാനം ലോകത്തില്ല. പിന്നെ ഒരു രാജ്യം എന്നുള്ള നിലക്കാണെങ്കിൽ അതിന്റെ ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് അവർ നടപ്പിലാക്കുന്നുണ്ടാവും. ഓരോ രാജ്യത്തിന്റെ സ്വഭാവവും പ്രകൃതവും ഒക്കെ അനുസരിച്ച് അത് ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ഖുർആന്റെ പഠന വേദിയിൽ, ഖുർആൻ പദം എന്ന ഈ ഖുർആൻ വേദിയിൽ ആളുകളെ ആരെയും ഇസ്ലാമിലേക്ക് ഫോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് ചേർക്കലോ അല്ലെങ്കിൽ ഇതിനകത്തുണ്ട് എന്ന് കരുതപ്പെടുന്നവരെ അതിന് യോഗ്യരല്ല എന്ന് കണ്ടുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കലോ സാധ്യമല്ല. അങ്ങനെ ഒരു ഏർപ്പാട് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല, അത് നിർവഹിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾക്ക് അത് ഇസ്ലാമിന്റെ പേരിൽ തന്നെ കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് യാതൊരു വിരോധവും ഇല്ല. നിങ്ങൾ കണ്ടോളൂ, അതിന് നിങ്ങൾ ആ നിലയ്ക്ക് തന്നെ പ്രൊസീഡ് ചെയ്യുകയും ചെയ്തോളൂ. അതിനിപ്പോ ഇവിടെ ആരും തടസ്സം നിൽക്കുന്നൊന്നുമില്ല. നിങ്ങൾ അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് പല കാര്യങ്ങളും കാണുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തുടരാം. നമ്മൾ ലക്ഷ്യമിടുന്നത് വിശുദ്ധ ഖുർആന്റെ വെളിച്ചം എല്ലാവർക്കും ലഭ്യമാകുന്ന വിധത്തിൽ അത് പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്ലാം എന്താണ്, അത് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്, അത് എത്രത്തോളം അഭിലഷണീയമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അതിൽ വരും സ്വാഭാവികമായിട്ട്. അപ്പോ ആർക്കെങ്കിലും ഇസ്ലാം അന്യമായി നിൽക്കുന്നുവെങ്കിൽ അത് മനസ്സിലാക്കാൻ ഇത്തരം പഠനവേദികൾ പ്രയോജനപ്പെട്ടെന്ന് വരും. അവർക്ക് സത്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ചയിൽ ആരെങ്കിലും ഉന്നയിക്കുമ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ടൊക്കെ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ അതിൽ തീരുമാനം എടുക്കേണ്ട ഒരു അതോറിറ്റിയോ ഒന്നും ആയിട്ടല്ല. നമ്മൾ ഒരു പഠനം നടത്തുന്ന ഒരു സംഘം എന്നുള്ള നിലക്ക് കാര്യങ്ങളെ എല്ലാവർക്കും വേണ്ടി വിശദമാക്കുക എന്നത് മാത്രമാണ്. തീരുമാനങ്ങളൊക്കെ ഓരോരുത്തരും എടുത്തോളൂ സ്വകാര്യമായിട്ട്. ഇന്നയാള് ഇപ്പൊ ഉദാഹരണത്തിന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് കൂടി അഭയാർത്ഥിയായി വന്നല്ലോ. അതുപോലെ അവര് മുസ്ലിമാണോ, അവർ ഇസ്ലാമിൻ്റെതായ രീതിയിലാണോ പ്രവർത്തിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ തീരുമാനിച്ചു. അതിന് നമുക്ക് യാതൊരു വിരോധമില്ല. ഇപ്പോ സിറിയയില് ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബഷാറുൽ അസദ്, അയാള് ഒരു അറബി പേരുള്ള ആളാണല്ലോ. അറബി പേരുള്ള അയാള് ഇസ്ലാമിന്റെ പ്രാതിനിധ്യമുള്ള ആളാണോ, ഇസ്ലാമിനെയാണോ അയാള് റെപ്രസെന്റ് ചെയ്യുന്നത്, അയാൾക്ക് അറബി ഭാഷ അറിയാമോ, അയാളുടെ മാതാവ് മുസ്ലിം ആയിരുന്നോ, അവരേത് നാട്ടുകാരിയായിരുന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പഠിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ അവര് ഏതിൽ പെടണം ഏതിൽ പെടരുത് എന്നൊന്നും തീരുമാനിക്കാനുള്ള ചുമതലയും ഉത്തരവാദിത്വമൊന്നും നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല, അത് നമ്മൾ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആരെയും ലേബൽ ചെയ്യാം, അതിനുള്ള ഫ്രീഡം ഒക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ ഇത്തരം വേദികളിൽ നടക്കുന്ന ചർച്ചകള് നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ ഉപകരിക്കും. അതിന് ഈ കാര്യങ്ങൾ പരിഗണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എന്നേ ഉള്ളൂ. സത്യം അറിയുക എന്നതും നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് നിലപാടെടുക്കുന്നു എന്നതും എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലല്ലോ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വസ്തുതകള് വിശകലനം ചെയ്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും കണ്ടതിന്റെ തുടർച്ചയാണ് ബംഗ്ലാദേശിലും കാണുന്നത് എന്നാണ്. നരേന്ദ്രമോദിയും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവിടെയുണ്ട്. ഇവിടെ പൗരത്വ നിയമത്തിനുള്ള ഭേദഗതി ഉണ്ടാക്കുന്നതിന് ന്യായമായിട്ട് അവർ പറയുന്നത് ഹൈന്ദവര് ഈ 3 രാജ്യങ്ങളിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ അവർ നിരന്തരം മർദ്ദന പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്.
അതുകൊണ്ട് അവർക്ക് അവർക്ക് വളരെ എളുപ്പത്തിൽ ഇന്ത്യയുടെ പൗരത്വം ലഭിക്കുന്ന ഒരു സംവിധാനം വേണം എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയത്ത് അവിടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന മുസ്ലിങ്ങൾക്ക് ആ പരിഗണന കൊടുക്കുകയില്ല എന്ന വിധത്തിലാണ് അവര് നിയമനിർമ്മാണത്തിന് രംഗത്ത് വന്നത്. നമ്മളത് കണ്ടതാണ്. രാജ്യം അത് വേണ്ടതിലധികം ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇത് അവര് പറഞ്ഞു വെച്ചിട്ടുള്ള ഈ സംഘപരിവാരത്തിന്റെ നേതാക്കന്മാര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണത്, ഒരു കഥയാണത്. അതിന്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്താവനയോ കാര്യമൊന്നും അല്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം എന്നേ ഉള്ളൂ. അത് മനുഷ്യരെവിടെ ജീവിക്കുമ്പോഴും ഉണ്ടാവണില്ലേ. അത് മുസ്ലിങ്ങളൊന്നൊന്നുമില്ല. ലോകത്ത് മനുഷ്യരിപ്പം ജ്യേഷ്ഠാനുജന്മാര്, മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ട ജ്യേഷ്ഠാനുജന്മാര് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണില്ലേ. ഹൈന്ദവർക്കിടയിൽ സ്വത്ത് തർക്കവും അതിർത്തി തർക്കവുമായിട്ട് ജ്യേഷ്ഠനെ അനുജൻ ജ്യേഷ്ഠനെ ഒക്കെ കുത്തിക്കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടാവണില്ലേ. ഇതൊക്കെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവുന്ന അക്രമവാസനയുടെ റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് ധാരാളം ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. അതല്ലാതെ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും അവര് പീഡനത്തിന് ഇരയാകുന്നത്. അതുകൊണ്ട് അവർക്ക് ഇന്ത്യയിലേക്ക് വരാനും പൗരത്വം ലഭിക്കാനും അവസരം ഉണ്ടാകണം എന്ന് പറയുന്നതിൽ വിശേഷിച്ച് കഴമ്പുള്ളതായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വലിയ ഒരു റെഫ്യൂജി ഇൻഫ്ലക്സ് ഒന്നും ഇന്ത്യയിലേക്ക് ഈ ഹിന്ദു സമൂഹത്തിൽ പെട്ടത് ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ആളുകളെ അതിനെ അപേക്ഷിക്കുന്നതന്നെ ഉള്ളൂ. ഇവിടെ അഭയാർത്ഥികളായിട്ട് എത്തുന്നത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് അധികവും. ഇപ്പം മ്യാൻമറിന്ന് വന്നവരും അതുപോലെ ഒക്കെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് എത്തേണ്ടി വരുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരല്ല, മുസ്ലിങ്ങളാണ്. അവരുടെ കാര്യത്തിലാണ് നമ്മൾ വളരെ നിർദ്ദയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും കണ്ടതിന്റെ തുടർച്ചയാണ് എന്നാണ് പറയുന്നതെങ്കിൽ ആ തുടർച്ച എന്താണ് എന്ന കാര്യത്തിൽ മാത്രമേ നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതുപോലെയൊക്കെയാണ് എന്ന് പറയുന്നതിന് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ അതുപോലെയൊക്കെ എന്നത്, ആ തുടർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് നിങ്ങൾ എടുക്കുന്ന നിലപാടും ഞാൻ എടുക്കുന്ന നിലപാടും വ്യത്യസ്തങ്ങളാണ് എന്നാണ് എനിക്ക് അത് സംബന്ധമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പൊ ഇത്രയുമാണ് ഇന്ന് കൈകാര്യം ചെയ്യപ്പെടാനായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ. അപ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഇത് സംബന്ധമായിട്ട് വിശേഷമൊന്നും പറയാനില്ല. പിന്നെ ഈ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങള് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും വൈജ്ഞാനികമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ഈ സൂറത്തുമായി അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് വളരെ പ്യൂർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില ആശയങ്ങളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും മാത്രമാണ്. അതും ഈ സൂറത്തുമായിട്ടൊന്നും പറയത്തക്ക ഒരു ബന്ധവുമില്ല. പിന്നെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഏത് വിഷയവും അത് അനാശാസ്യമല്ലാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനോട് പ്രതികരിക്കുക എന്നൊരു സമീപനമാണ്, ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത് എന്നതുകൊണ്ട് ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഖുർആൻ പഠനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ചോദ്യമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കാം. പക്ഷെ ഇവിടെ ചർച്ച ലൈവ്ലി ആയിട്ട് വരട്ടെ. അത് ആളുകളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങളും പ്രതികരണങ്ങളും ആണല്ലോ അവർ എഴുതുന്നതും ചോദിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് അത് ഒരു പ്രതികരണം അർഹിക്കുന്നു എന്ന നിലക്ക് കാണുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ സെഷൻ ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാൻ 77 ആയത്തുകളുള്ള അതുപോലെ സുപ്രധാനമായ ഇബാദുർ റഹ്മാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയാത്തുകൾ അടങ്ങിയിട്ടുള്ള, അതുപോലെ സത്യാന്വേഷികൾക്ക് എക്കാലത്തും ഒരു പ്രാധാന്യമുള്ള ഒരു മാർഗദർശനമായിക്കൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കപ്പെട്ട വല്ലദീന ഇദാ ദുഃഖിറൂ ബി ആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹ സുമ്മൻ വഉംയാന എന്ന ഈ 73-ാമത്തെ ആയത്ത്, അത് വളരെ പ്രാധാന്യമുള്ള ഒരു ആയത്താണ്. അപ്പോ അതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള എന്തുകൊണ്ടും പഠന മനന പ്രക്രിയകൾക്ക്
നമ്മുടെ മുന്നിൽ എത്തേണ്ടതായ വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് സത്യം ഗ്രഹിക്കാനും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്തു പെരുമാറാവട്ടെ. അതുപോലെ ഈ അവസാനത്തെ ആയാത്തുകൾ നമുക്ക് നിരന്തരമായിട്ട് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒക്കെ ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സൂറത്ത് ശുഅറാന്റെ പഠനം ആരംഭിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.